നോക്കിക്കൊണ്ടിരിക്കണം. ഫാത്തിഹ ഓർക്കാൻ സമയമല്ല. കൈ ഇവിടെ നിന്ന് എവിടുക്കാ തെറ്റുന്നത് നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ പരിഹസിക്കല്ല, നമ്മളെ ചിന്ത പോണ കാട് കയറുന്ന രൂപം പറയാം. അപ്പോ അച്ചടക്കത്തിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ഏറിയത് ഇതുവരെ മതി. ഇവിടെ നീണ്ട് കയറുമ്പോ പിന്നെ അച്ചടക്കല്ല, കൃത്രിമ. പിന്നെ നമ്മൾ കൈ നോക്കാൻ നടക്കണം. അവിടുന്നും പോയിട്ട് പിന്നെ എവിടെ പോയി എന്നറിയോ? ജാമിഉൽ അസ്ഹറിലൊക്കെ അച്ചടക്കത്തോടു കൂടിയുള്ള നൃത്തം പറഞ്ഞിട്ട് അത് ഇടത്തെ ഭാഗത്താണ് ഹൃദയം, അതിന്റെ മുകളിൽ ഉള്ളം കൈ വരണം, അപ്പൊ ഇങ്ങനെ വെക്കണം എന്നാക്കി. എന്തായി? ഇടത്തെ ഭാഗത്ത് ആളുടെ ഇടത്തെ ഭാഗത്തുള്ള ഓരോരുത്തരുടെ നെഞ്ഞിനും കുത്തു ചെല്ലണം എന്നാ അപ്പൊ അതിന്റെ അർത്ഥം. എഴുതി വെച്ചാണ്, കിതാബിൽ എഴുതി വെച്ച, വെറുതെ പറയുന്നില്ല. ത്വയ്ഫ ഇബ്നു ഹജറിന്റെ ത്വയ്ഫയിൽ എഴുതി വെച്ച ഇടത്തെ കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇടത്താണ് ഹൃദയം പൊത്തി വെക്കണം എന്നാ. അപ്പൊ ഇങ്ങനെ വെക്കണം എന്നാ. അപ്പൊ കൈ മറ്റൊന്റെ നെഞ്ഞത്തായി. അപ്പൊ ഇടത്തെ കൈ കൊണ്ട് ഇടത്തെ ഭാഗത്തുള്ള ആള് കൈ കൊണ്ട് പൊന്ന് കുത്തി. ഇനി അവസാനത്തെ അച്ചടക്കമുണ്ട്. അവസാനത്തെ അച്ചടക്കം അത്തഹിയ്യാത്തിലാണ്. അതെങ്ങനെ അച്ചടക്കം? ഇടത്തെ കാല് വലത്തോട്ട് ചാടിക്കണം എന്നാ. വലത്തുള്ളവനെ ചവിട്ടുമ്പോണം. അതിന്റെ ചുരുക്കപ്പല വലത്തുള്ള ആൾക്കാരെ മുഴുവൻ ഇടത്തെ കാലുകൊണ്ട് ചവിട്ടണം, ഇടത്തുള്ള ആൾക്കാരെ മുഴുവൻ ഇടത്തെ കൈ കൊണ്ട് കുത്തണം. ഇതാണ് ഭക്ഷണം. ശരിക്ക് 4 മദ്ഹബിലും എഴുതി വെച്ച ശരിയായ അച്ചടക്കം. ഇതൊക്കെ കിതാബിൽ എഴുതി വെച്ചതാ, ഞാൻ വെറുതെ പറയല്ല. അപ്പൊ നമ്മൾക്ക് ഈ കുത്തും വേണ്ട, മറ്റേ നീട്ടലും വേണ്ട. ശരിക്ക് അബൂ ഹനീഫ പറഞ്ഞ മാതിരി അച്ചടക്കത്തിൽ അവിടെ നിൽക്കുക. മാലിക് ഇമാമ ചിന്തിച്ചു നോക്കുമ്പോ കയ്യിന്റെ കാര്യം അവിടെ മക്കളുടെ മേലെ കെട്ടണം താഴെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ പ്രശ്നം, തൂക്കിട്ടോട്ടെ എന്ന്. മാലിക് ഇമാം എന്താ പറഞ്ഞത്? ഒരു തർക്കത്തിനും ശാഫി ഹനഫി തർക്കത്തിന് ഒന്നിനും പോണ്ട, തൂക്കിട്ടോട്ടെ എന്ന് പറഞ്ഞു. മാലിക് മദ്ഹബ് ആഫ്രിക്കയിലൊക്കെ ധാരാളമുണ്ട്. ആഫ്രിക്കയിലൊക്കെ മാലിക് മദ്ഹബ്. അപ്പൊ അവർക്ക് കൈ തൂക്കിയിടല. ഏതായിരുന്നാലും വിഷയം മറക്കണ്ട. ഹാഫിദു അല സ്വലവാത്തി വസ്സലാത്തിൽ ഉസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. അച്ചടക്കത്തോടുകൂടെ നിന്നിട്ടാണ് നമസ്കാരം ആരംഭിക്കേണ്ടത് എന്ന് മനസ്സിലായില്ലേ? ഇപ്പോ നിന്നിട്ടാ നിസ്കരിക്കേണ്ടത്. നൃത്തം എവിടെ പറഞ്ഞു എന്ന് ചോദിക്കാൻ പാടില്ല. ഫൈൻ ഹിഫ്തും, അങ്ങനെ നിങ്ങൾക്ക് വല്ല ഭയം വന്നാലോ? യുദ്ധത്തിൽ കൊല്ലുമെന്ന് ഭയം വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് തഫ്സീറുകാരൊക്കെ അർത്ഥം വെച്ചത്. യുദ്ധത്തില് ആളെ കൊല്ലും എന്ന് ഭയം വന്നിടത്ത് ഓടിയിട്ട് നിക്കരിച്ചാൽ, അവിടെ ഓടുമ്പോ നിക്കരിച്ചാലും നിന്ന് നിക്കരിച്ചാലും തല ഉണ്ടാവില്ല. യുദ്ധത്തിലെ ആള് പിന്നാലെ വെട്ടാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ ഫാത്തിഹോദ നടന്ന ഓട്ടത്തിന് കിതപ്പ് ശരിയാവുമോ? ഇവിടെ ഫാത്തിഹോദ നിക്കരിക്കാൻ പറഞ്ഞാല് യുദ്ധത്തിന് വാണേറ്റ് ഓടി വരുമ്പോ പിന്നാലെ ഓടി നിക്കരിക്കണം എന്നർത്ഥം വെച്ചു. ആര്? 1-2 ആളല്ല. കേരളത്തിലുള്ള ഉന്നത പണ്ഡിതന്മാർ ഫൈൻ ഹിഫ്തും എന്നതിന് അർത്ഥം വെച്ചു. എന്തെന്ന്? യുദ്ധത്തിൽ നിന്ന് ഭയപ്പെട്ടോടുന്ന അവസരത്തിൽ ഫരിജാലൻ നിന്നിട്ട് നടന്ന് നിസ്കരിച്ചാളി, ആ റുക്കുബാനൻ അല്ലെങ്കിൽ വാഹനപ്പുറത്ത് കയറിട്ട് നിസ്കരിച്ചാളി എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അതിന് നമ്മൾ മറുപടി എഴുതി, ഈ ബുക്കിൽ മറുപടി എഴുതി. നമസ്കാരത്തിനുള്ള ഹജ്ജിന് ഖുർആൻ നമസ്കാരത്തിനുള്ള സ്ഥാനം എന്ന് പറയുന്ന ഈ ബുക്കിൽ അതിന് മറുപടി എഴുതി. യുദ്ധഘട്ടത്തിൽ യുദ്ധവേളയിൽ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഒരൊറ്റ ആയത്തും ഖുർആനിലില്ല എന്ന് മറുപടി എഴുതിയിട്ട് 3 കൊല്ലം കഴിഞ്ഞു മിണ്ടുന്നില്ല. ലോക പുരോഹിതന്മാർ ഖുർആന്റെ മേൽ ഏകകണ്ഠമായി നടത്തിയ കള്ളാരോപണം, ദുർവ്യാഖ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ട് അങ്ങനെ യുദ്ധഘട്ടത്തിൽ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഒരൊറ്റ ആയത്തും ഖുർആനിലില്ല എന്ന് പറഞ്ഞ് അച്ചടിച്ച് പരത്തിയിട്ട് 3 കൊല്ലം കഴിഞ്ഞ് ഒരൊറ്റ പുരോഹിതനും മിണ്ടുന്നില്ല. സംഗതി ശരിയാ. ഫൈൻ ഹിഫ്തും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പേടി തോന്നിയാലെന്നാ. പേടി തോന്നിയാലെന്ന് പറഞ്ഞാൽ വണ്ടി തെറ്റുന്നുള്ള പേടി, അതും പേടി തന്നെ. വണ്ടി തെറ്റിയാലേ നമ്മളുടെ ഉദ്യോഗം പോകും. ചിലപ്പോ ഗൾഫിലെത്തണം പ്ലെയിൻ തെറ്റിയാല്. അപ്പൊ ഇവിടെ നിൽക്കാനോട് സമയം കിട്ടിയില്ല. വിരുന്നേറും ബന്ധുക്കളെ കൂടി വന്നിട്ട് അവർക്ക് പിന്നെ അവരോട് യാത്ര പറഞ്ഞ എന്റെ ഇടയിൽ ഒന്നും സമയം കിട്ടിയില്ല. ഇതാ പ്ലെയിൻ അടുത്ത് തന്നെയാണ്, കരിപ്പൂർ അടുത്ത് തന്നെയാണ്. പ്ലെയിനായിട്ട് കയറിയ അതിൻ്റെ ഉള്ളിലോ അവിടെ അതിനോട് സൗകര്യം ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അവൾക്ക് സമയം തെറ്റും. നടന്നാണ് നിസ്കരിച്ചാളാ, അത് ബുഖാരിക്ക് പറ്റില്ല. സാറേ ഇപ്പൊ നടന്ന് നിൽക്കിരിക്കുക, അങ്ങനത്തെ നിൽക്കാറ് ഇസ്ലാമിലുണ്ടോ? ജൂതമതത്തിൽ അതില്ലല്ലോ. ജൂതമതത്തിൽ നടന്ന് നിസ്കരിക്കുക എന്നുള്ള പ്രശ്നമില്ല. അതുകൊണ്ട് നടന്ന് നിസ്കരിക്കുക എന്ന് ഖുർആനിൽ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് മാറ്റണമെന്ന് ബുഖാരിക്ക് തോന്നി. ബുഖാരിനുള്ളതിന്റെ ഇടയിൽ കൂടി ഒന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയായിരിക്കും. അബൂ ഹുറൈറ മാത്രം പഠിച്ചാൽ പോരാ, ബുഖാരി ആരാന്ന് മനസ്സിലാക്കണം. ബുഖാരി പറഞ്ഞു ഫരിജാലൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്നിട്ട് നിസ്കരിക്കണം എന്നാണ്. നിന്ന് നിസ്കരിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെന്താ ഈ പറഞ്ഞത്? ഖൂമുലില്ലാഹി ഖാനിതീൻ ആദ്യം പറഞ്ഞത് നിന്ന് നിസ്കരിക്കണം എന്ന്. ഫൈൻ ഹിഫ്തും, അങ്ങനെ പിന്നെ നിങ്ങൾക്ക് പേടിയുണ്ടായ ഫരിജാലൻ അപ്പോഴും നിന്ന് നിസ്കരിച്ചോളൂ. ഇത് എന്ത് വർത്താനത്? ഇത് സാഹിത്യാണ്. ഖുർആനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥ.
അതിൽ അള്ളാഹു ആദ്യം നിന്ന് നിക്കരിക്കാൻ പറഞ്ഞു. പിന്നെ അള്ളാഹ് പറഞ്ഞു നിങ്ങൾക്ക് വല്ല പേടിയോ ബേജാറൊക്കെ വന്നാൽ അപ്പോൾ നിന്ന് നിക്കരിച്ചാളി എന്ന് പറഞ്ഞു. ഇത് അള്ളാഹ്ക്ക് പറയാൻ പറ്റിയതല്ല, ബുഹാരിക്ക് പറയാം. കാരണം ബുഹാരി നുണ പറയും, അടക്കം പറയാം. അപ്പൊ ഈ റിജാലിന്റെ അർത്ഥം ഖിയാമൻ എന്നാണെന്ന് ബുഹാരിന്റെ കിതാബിൽ അത് എഴുതിയിരിക്കണ്. ആയത്തിന് അർത്ഥം പറയാപ്പോ പരിജാലൻ എന്ന് പറഞ്ഞാൽ റാജിലിന്റെ എമ്മാണ്. റാജിൽ എന്ന് പറഞ്ഞാൽ കായിമ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഒരു ഹോജ പറഞ്ഞിട്ടുണ്ട്. ഏതാ ഹോജ എന്ന് പറയണ്ട, ഹോജാക്കന്മാർ കുറെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർക്ക് ഫൈദാമിന്തും, അങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥത വന്നാലോ, ബേജാറും പ്ലെയിനും വണ്ടിയും പ്രശ്നങ്ങളൊക്കെ തീർന്നു, സ്വസ്ഥമായിട്ട് അവിടെ ചെന്നു, ഗൾഫിൽ ചെന്നു, അല്ലെ ഓഫീസിൽ ചെന്നു, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നു വിചാരിക്കാം. സ്വസ്ഥമായിട്ട് വന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും, പിന്നെ അള്ളാഹ് പഠിപ്പിച്ച മാതിരി നിക്കരിച്ചാൽ മതി കേട്ടോ. അങ്ങനെ തന്നെ നിക്കരിക്കണം. പിന്നെ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ച മാതിരിയായിട്ട് നിക്കരിച്ചാളേ. അള്ളാഹു എവിടെ പഠിപ്പിക്കല്? ബുഹാരിയില. അള്ളാഹു പഠിപ്പിക്കല് മുസ്ലിമില. അള്ളാഹുവിന്റെ പഠിപ്പിക്കല് ഫത്വൽമില്ല, ഉമ്മില, ഒന്നുമല്ല. അള്ളാഹു പഠിപ്പിക്കുന്ന സാധനതാണ് വിശുദ്ധ ഖുർആൻ. ഇതിലാണ് അള്ളാഹു പഠിപ്പിക്കുക. പിന്നെ നിങ്ങൾ അള്ളാഹു പഠിപ്പിച്ച മാതിരി തന്നെ നിസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ട് അബൂ ഹുറൈറ എന്താ പറയണത്? നബി പഠിപ്പിച്ച മാതിരി നിസ്കരിക്കാവുള്ളൂ. തർക്കടില്ല. അള്ളാഹ് പഠിപ്പിച്ച മാതിരി തന്നെ നബി നിസ്കരിക്കുള്ളൂ എന്നുള്ളത് ശരിയാ. പക്ഷെ നബി നിസ്കരിച്ച രൂപം ഇവിടെ എഴുതി വെച്ചോ? എഴുതി വെച്ച് 1300 കൊല്ലം കൈക്ക് യാതൊരു വറക്കലുണ്ടായിരുന്നില്ല. 1300 കൊല്ലം കഴിഞ്ഞ് രക്ഷപ്പെടാൻ മുജാഹിദീനൊന്നുകൊണ്ട് പറഞ്ഞ് കൈ മേപ്പെട്ടിട്ടുണ്ടെന്നു. അപ്പൊ നബി ചെയ്താണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് മേപ്പെട്ടായത്? 1300 കൊല്ലം കീപ്പിട്ടിറങ്ങിയത് പിന്നെ മേപ്പെട്ടാത്? വേറെ അരബിക്കാരെങ്ങനെ ഇങ്ങനെ പറയാൻ കാരണം? മാലിക്കും ഒട്ടാ പറഞ്ഞ കൈ എവിടെ വെക്കാൻ പാടില്ല, കൈ തൂക്കിയിടണം. നബി പറഞ്ഞ മാതിരിയാണ് ഇവർ പഠിച്ചതെങ്കിൽ ഒരാളുടെ കൈ കീഴ്പ്പെട്ടും ഒരാളുടെ കൈ നെഞ്ഞത്തും മറ്റാളുടെ കൈ ചൂട്ടിലൊക്കെ ആവാൻ എന്തേ കാരണം? നബി പരസ്യമായിട്ട് മദീനത്തെ പള്ളിയിൽ 5 നേരം എന്നാ അവർ പറഞ്ഞത്. 5 നേരം പരസ്യമായിട്ട് മദീനത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിരുന്ന നബിന്റെ കൈ എവിടെയാണെന്ന് പഠിക്കാൻ ഈ 4 ജാതികൾ ചെന്നപ്പോ കുരുടന്മാർ ആനയെ കാണാൻ പോയ മാതിരിയില്ലേ? അത് ഒരൊറ്റൊന്നിന് മനസ്സിലായ നബിന്റെ കൈ എവിടെയാന്നുള്ളത് മനസ്സിലായില്ല. അപ്പോ അത് കണ്ടിട്ട് എഴുതി വെച്ചതല്ലേ, കാണാതെ എഴുതി വെക്കുക. കാണാതെ ഓരോരുത്തർക്ക് തോന്നിയത് കൊണ്ട് എഴുതി വെക്കുക. അങ്ങനെ ഉണ്ടോ ഇവർക്ക് പണിയെന്ന് നമുക്ക് നോക്കാം. കാണാതെ ഓരോരുത്തർക്കും എഴുതി വെക്കുന്ന പണിയുണ്ടോ ഇല്ലെന്നൊക്കെ നമ്മളിവിടെ വിവരിക്കാൻ പോവാണ്. അപ്പൊ നൃത്തം അവിടെ കിട്ടിയില്ലേ? നൃത്തം കിട്ടി. അള്ളാഹു പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. നബി പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്ന് അള്ളാഹുവിന് പറയാൻ ശരിയായല്ലോ. അങ്ങനെയാണ് അള്ളാഹ് പറഞ്ഞൂടെ? പക്ഷെ നബി പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് അബൂ ഹുറൈറ പറയും, അങ്ങനെയാണെന്ന് അലി നബി താലിബ് പറയും, മറ്റേ നടക്കാണെന്ന് മുആവിയ പറയും. മൂന്ന് ജാതിയിലായിരിക്കും. അതുകൊണ്ട് നബി പഠിപ്പിച്ച മാതിരി എന്ന് പറഞ്ഞാൽ ഒക്കെ കല്ലത്താവും. അതിന് കിതാബില്ല. നബിന്റേതായ ചര്യ എഴുതി വെച്ചൊരു ഗ്രന്ഥം സുരക്ഷിതമായ ഇവിടെ ലോകത്ത് വരാൻ പോണില്ല എന്ന് അള്ളാഹ്ക്കറിയാം. ഇവിടെ ബുഹാരി മുസ്ലിമൊക്കെ കുത്തിക്കുറിച്ചുണ്ടാക്കിയ എന്താണെന്ന് നമുക്ക് വെച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞുതരാം.